പിടയ്ക്കണ മീനെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഞങ്ങളെ വീട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ പിള്ളേർ സെറ്റ് എല്ലാവരും കൂടെ ചേർന്നിട്ട് അവർ മീൻ പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിടിച്ചതിൽ ഒരു 4 മീൻ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് എനിക്ക് കൊണ്ടുവന്നു കേട്ടോ. ഒരു 50 രൂപയ്ക്കാണ് അവർ ഈ മീൻ എനിക്ക് കൊണ്ടുവന്നത്. ചേച്ചി ഈ 50 രൂപയ്ക്ക് ഈ മീൻ എടുക്കുമെന്ന് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ അവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 50 രൂപ കൊടുത്തവർക്ക് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ജീവനോടെ ഈ മീനിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് കാണുന്നത്. അതും സിലോപ്പിയാണ് കേട്ടോ. നമ്മളെ കായൽ സിലോപ്പിയാണ്, കടലിൽ നിന്ന് കിട്ടണതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെളിയുടെ ചെവയുള്ളതുകൊണ്ട് എനിക്കിത് വലിയ താല്പര്യമില്ല. പിന്നെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നേ. കൊണ്ട് ചട്ടിയിലിട്ടപ്പോൾ തന്നെ ആൾ കിടന്ന് പിടയ്ക്കണുണ്ടായിരുന്നു കേട്ടോ. അതിലൊരുത്തനാണ് ഈ പിടച്ചുകൊണ്ടിരുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ജീവൻ പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ കറി വയ്ക്കാനായിട്ട് എടുത്തത്. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ആകെ ഒരു വെപ്രളം, എന്ത് ചെയ്യണോ ഏത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാതെ. പിന്നെ കുറേ നേരം അതിനെ ഇട്ടിരുന്നപ്പോഴത്തേക്കും അതങ്ങ് ചത്തുപോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് കേട്ടോ എടുത്തത്. ഇതിൽ കൂടുതൽ മീൻ ഫ്രഷ് ആണോ എന്ന് ചോദിക്കരുത്, നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിന് എന്ത് ചെയ്യണമെന്നുള്ള പരിപാടിയിലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച ഒരു തവ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കേട്ടോ. 4 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ സാധനം. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ മീനിനെ ഒന്ന് വെട്ടി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടി, ഉപ്പും, മുളക് പൊടിയും, കുരുമുളക് പൊടി ഇട്ട് ഒന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതേ പാനിലോട്ട് തന്നെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ കടുകും ഉലുവയും കൂടെ ഇട്ട് ഇതൊന്ന് പൊട്ടിയതിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള, തക്കാളിയാണ് കേട്ടോ. ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വശക്കി എടുക്കുക. പിന്നെ അതിലോട്ട് മസാലപ്പൊടികളായ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇച്ചിരി ഉലുവാപ്പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് പുളിവെള്ളമാണ് കേട്ടോ. ഈ പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം അതൊന്ന് വറ്റി വരുമ്പോൾ മീനും കൂടെ ഇട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക, നന്നായിട്ട് വറ്റിച്ചെടുക്കുക. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു.